ചങ്ങനാശ്ശേരിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഡിവിഷണൽ സബ് പോലീസ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ 63 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പോലീസ് കൺട്രോൾ റൂം, ചങ്ങനാശ്ശേരി സബ് ഡിവിഷൻ ഓഫീസ് കെട്ടിടം, ഇടുക്കിയിലെ ബ്ലോക്ക് സ്ക്വാഡിനായി നിർമ്മിച്ച കെട്ടിടം, തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ലൈബ്രറിക്കായി നിർമ്മിച്ച കെട്ടിടം, കണ്ണൂരിലെ ആലക്കോട് പോലീസ് സ്റ്റേഷൻ കെട്ടിടം, അവിടെ തന്നെ കണ്ണൂരിൽ തന്നെ മുളക്കുന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടം, KAP 5ാം ബറ്റാലിയനിൽ നിർമ്മിച്ച അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിർമ്മിച്ച 4 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, ഇവയുടെയെല്ലാം ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് ഇതോടൊപ്പം നടക്കുകയാണ്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വഹിച്ചത്. 1800 സ്ക്വയർ ഫീറ്റാണ് കെട്ടിടത്തിന്റെ വിസ്തീർണം. ഭാവിയിൽ 2 നിലകൾ കൂടി കൂട്ടിച്ചേർക്കത്തക്ക വിധമാണ് ഫൗണ്ടേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. DYSP റൂം, റെക്കോർഡ്സ് റൂം, റിസപ്ഷൻ, ശൗചാലയങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലം, കമ്പ്യൂട്ടർ റൂം, കാർ പോർച്ച്, വരാന്ത തുടങ്ങിയ സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട്. മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ്. ആ മാനവ മൈത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തമായ സംഘർഷങ്ങളോ മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ പേരിലെ വിദ്വേഷങ്ങളോ അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തി വരുന്ന സ്ഥിതിവിശേഷങ്ങളോ ഒന്നും ചങ്ങനാശ്ശേരിയിലെ സബ് ഡിവിഷന്റെ പരിധിയിൽ ഉയർന്നു വരാം. പൊതുവിൽ കേരളത്തിൽ വിശേഷിച്ച് ചങ്ങനാശ്ശേരി ഇവിടെ DYSP ഓഫീസ് പുതിയ ബന്ധത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭാവിയിലെ ഏതു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ നിന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാറില്ല. കൊടിക്കുന്നിൽ സുരേഷ് MP, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, വാർഡ് കൗൺസിലർ ബെന്നി ജോസഫ്, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP MR അജിത് കുമാർ, IGP സർജൻ കുമാർ, DIG പുട്ട വിമലാദിത്യ, ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് V സുഗതൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സജി മാർക്കോസ്, KPOA സെക്രട്ടറി MS തിരുമേനി, KPA സെക്രട്ടറി PR രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ സഞ്ചിത നിധി ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സർക്കാർ നിയമം മൂലമുള്ള രക്ഷാകവചം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ. മറിച്ചുള്ള ആരോപണങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢനീക്കമാണെന്നും മന്ത്രി പറഞ്ഞു. മാന്നാർ കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ ശതാബ്ദി ആഘോഷം കുന്നത്തൂർ ശ്രീ ദുർഗ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി VN വാസവൻ. ഒരു മാസക്കാലത്തെ നിക്ഷേപ സമാഹരണ യജ്ഞം അവസാനിക്കുമ്പോൾ ഒരു 12,000 കോടിക്ക് മുകളിൽ നിക്ഷേപം വരാൻ സാധ്യതയാണ്. ഇപ്പോൾ 9,000 ലക്ഷ്യമിട്ടാൽ ആ ലക്ഷ്യം സമയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളുടെ മലവെള്ള പാച്ചിൽ പോലുള്ള പ്രചാരവേദികളും നിക്ഷിപ്ത താല്പര്യക്കാരും യാഥാസ്ഥിതിച്ച് എങ്ങനെ സഹിഷ്ണുമായ പ്രവണതകൾ ഉണ്ടായാൽ അത് സഹകരണ മേഖലയെ ആകെ കുഴപ്പം എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കുന്ന ബോധപൂർവവും ആസൂത്രിതമായ നാട്ടിലെ ബ്ലേഡ് കമ്പനിക്കാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഒക്കെ ഭാഗത്തുണ്ട്. ഗ്രാമീണ ജനജീവിതത്തിന്റെയും നഗരാതിർത്തികളുടെ ജീവിതത്തിന്റെയും എല്ലാം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രംഗമാണ്. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ സഹകരണ മേഖലയിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ വായ്പ കൊടുക്കലും പലിശ കൊടുക്കലും മാത്രമല്ല ഈ മേഖലയിൽ നടക്കുന്നത്. ഏതാണ്ട് 400-ൽ പരം ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയിൽ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നു. ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾ നാടിന്റെ പുരോഗതിയെ സഹായിക്കുമെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ നിലനിർത്തേണ്ടത് നാടിന്റെ കടമയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ എന്തെല്ലാം പ്രതിസന്ധി അതൊക്കെ മന്ത്രിയുടെ വിഷയം. ഈ സഹകരണ മേഖല മുഴുവൻ വെള്ളപ്പണമാണ് വന്നത്. ഏതൊരു ഷെഡ്യൂൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കൊളാട്ടർ സെക്യൂരിറ്റി വേണം, മറ്റേത് വേണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്
തന്റെ മകളെ ഒന്ന് വിവാഹം ചെയ്യണമെങ്കിൽ ഓടിച്ചെന്ന് 5 സെന്റോ 10 സെന്റോ ഉണ്ടെങ്കിൽ അപ്പോ ലോൺ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമാന്തര സമ്പദ്ഘടനയുടെ സ്ഥാപനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഷെഡ്യൂൾ ബാങ്കിൽ നിന്ന് കിട്ടും പാവപ്പെട്ട ലോൺ? അപ്പൊ പാവങ്ങളെ ഏറ്റവും കൂടുതൽ കരുതുന്ന ഒരു മേഖല, നാടിന്റെ വികസനത്തിന് ഏറ്റവും വലിയ നട്ടലായി പ്രവർത്തിക്കുന്ന ഒരു മേഖല. സഹകരണ സംഘം പ്രസിഡന്റ് ഡോക്ടർ കെ മോഹനൻ പിള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി PR സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്കിന്റെ ശതാബ്ദി സ്മരണിക ഓർമ്മച്ചെപ്പ് പ്രകാശനവും ബാങ്ക് സെക്രട്ടറിയെ അനുമോദിക്കലും മുതിർന്ന ഭരണസമിതി അംഗങ്ങളെ ആദരിക്കലും മന്ത്രി VN വാസവൻ നിർവഹിച്ചു. സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീനുകളുടെ സൗജന്യ വിതരണവും മികച്ച യുവ സംരംഭകനെ ആദരിക്കലും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ശതാബ്ദിയുടെ ലോഗോ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷഹിമ മങ്ങയിൽ പ്രകാശനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് M ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ സാന്ത്വന ചികിത്സാ നിധിയുടെ വിതരണം സ്വാഗത സംഘം കൺവീനർ പ്രൊഫസർ PD ശശിധരനും മികച്ച ക്ഷീരകർഷകനെ അനുമോദിക്കൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരിയും നിർവഹിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 11 മുതൽ 18 വരെ നടക്കുന്ന മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി വീണ ജോർജ്. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൺവെൻഷന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. സംഘാടക സമിതിയുടെ മേൽനോട്ടത്തിൽ കൺവെൻഷൻ നഗറിൽ പൂർണ്ണമായി CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങളും സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘം നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇൻ കേസ് ഓഫ് എൻ എമർജൻസി നമ്മൾ ഏത് റോഡ് എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചൊരു പ്ലാൻ ഉണ്ടാകണം. അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും FPDയും കൂടെ ചേർന്ന് അതിൻ്റെ ഒരു ഏത് റോഡാണ്, എങ്ങനെയാണ് നമ്മളിപ്പോൾ എത്ര പെട്ടെന്ന് ആശുപത്രിയിലെത്തും. ഇപ്പോൾ നമ്മുടെ മണപ്പുറത്തുള്ള ആംബുലൻസ് അല്ലാതെ ഒരു ആംബുലൻസ് DMO ഒന്നും ഇതാവണം. അപ്പോൾ അതായത് അപ്പോൾ അത് നല്ലൊരു സജഷനാണ്. കൺവെൻഷൻ നഗറിൽ ആംബുലൻസ് സൗകര്യത്തോടുകൂടി പൂർണ്ണസജ്ജമായ മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കണം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെയും സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും സേവനം ലഭ്യമാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയും സമീപമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തന സമയം ക്രമീകരിച്ച് സജ്ജമാക്കും. ശുചിമുറികളും കുടിവെള്ളവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാണ്. കൺവെൻഷൻ നഗറിലും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പാക്കണം. പത്തനംതിട്ട, ചെങ്ങന്നൂർ, പന്തളം, കൊട്ടാരക്കര, തിരുവല്ല, അടൂർ സ്റ്റേഷനുകളിൽ നിന്നും അധിക സർവീസുകൾ ആവശ്യാനുസരണം KSRTC നടത്തും. കോഴഞ്ചേരി വലിയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ ജില്ലാ കളക്ടർ A. ഷിബു, അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പ്രദീപ് കുമാർ, അടൂർ RDO ജയമോഹൻ, ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TG ഗോപകുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മലബാർ മാർത്തോമ സിറിയൻ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ABK ജോഷുവ, ട്രാവലിംഗ് സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നദികളിൽ നിന്നുള്ള മണൽ വാരലിന് അനുമതി നൽകുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം സ്വാഗതാർഹമാണെങ്കിലും ഇതിന് പിന്നിലുള്ള കച്ചവട താൽപര്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കുട്ടനാട് മേഖലാ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നദികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളുടെയും രീതികളുടെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ഇതിനായി പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളടങ്ങുന്ന നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പരിഷത്ത് ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി D. സലീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1917 നടന്ന പുരോഗമന ചിന്തകളുടെ ഒരു കാലഘട്ടം, സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളുടെ കാലഘട്ടം, കേരളത്തിലെ 57 സർക്കാർ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ മുന്നേറ്റം, ഈ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊള്ളുന്നത്. അങ്ങനെ പരിഷത്ത് രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ശാസ്ത്രകാര്യങ്ങൾ ലോകത്തിൽ മനുഷ്യൻ ചന്ദ്രനിലേക്ക് വരെ പോകാൻ പോകുന്നു. ശാസ്ത്രകാര്യങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. വ്യവസായ വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഈ രംഗങ്ങളിലെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ലോകം ഒരു ആധുനികതയിലേക്ക് കുതിച്ചു കയറാൻ പോകുന്നു. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപ്ലവത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലേക്ക് അതുണ്ടാകുന്നു.
ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രാവബോധം എന്ന ഒരു കാര്യത്തിന് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നു. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ് അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി എസ് ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി ജ്യോതി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രസിഡന്റായി ടി ജ്യോതി, വൈസ് പ്രസിഡന്റുമാരായി എസ് ശ്രീജിത്ത്, ടി ആർ രാജ്മോഹൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വി വി പ്രസന്നകുമാരിയാണ് സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിമാരായി എൻ കെ രഘുനാഥ്, എസ് പ്രദീപ് കുമാർ, ബി ജയകുമാർ എന്നിവരെയും ട്രഷററായി അഗസ്റ്റിൻ ജോസിനെയും തിരഞ്ഞെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും നീലം പേരൂർ മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാലടി സപ്ലൈകോ സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാരകത്തറ NSS കരയോഗ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രജനി ശിശുപാലൻ, ഗീത കുറുപ്പ്, വിമല സേവ്യർ, എൽസമ്മ ടോമി, സാറാമ സൈമൺ, രമണി ഷാജി, വിലാസിനിയമ്മ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് വാലടി മാവേലി സ്റ്റോറിന് മുന്നിൽ നടന്ന ധർണ ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി PT സ്കറിയ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ 1 കിലോ അരി 2 രൂപയ്ക്ക് വരെ അരി കൊടുത്തുവെങ്കിൽ പ്രിയമുള്ളവരെ 25 രൂപയ്ക്ക് 5 രൂപ 25 പൈസയ്ക്ക് മാവേലി സ്റ്റോറിൽ നിന്ന് മട്ട അരി വാങ്ങിച്ചിരുന്ന ആളുകൾ ആ അരിക്ക് വില കൂട്ടി പയറിനും ചെറുപയറിനും പരിപ്പിനും അതുപോലെ മുഴുവൻ സാധനങ്ങൾക്കും വില കൂട്ടിയെങ്കിലും ആ സാധനങ്ങൾ കൊടുക്കാൻ ഇപ്പോൾ മാവേലി സ്റ്റോറിന്റെ സംസ്ഥാന തലത്തിലുള്ള ഗോഡൌണുകളിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഒരു സാധനങ്ങളുമില്ല. ഇവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചാൽ അവർ പേരിന് രാവിലെ വന്ന് ഈ മാവേലി സ്റ്റോർ തുറക്കുന്ന സ്ഥിതിവിശേഷമാണ്. കുട്ടനാട് കാർഷിക മേഖലയിൽ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഒത്തൊരുമിച്ച് വസിക്കുന്ന ഈ ഭൂപ്രദേശത്ത് ഇവിടെ ഒരു MLA ഉണ്ട്, അയാളെ കാണാനില്ല. മഹിളാ കോൺഗ്രസ് നേതാവ് മോളി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് നേതാവ് VN സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ MC ജോയപ്പൻ, ജോബ് ചെറിയാൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജനറ്റ് ജേക്കബ്, A സുഗതൻ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബഡ്ജറ്റ് എല്ലാ അർത്ഥത്തിലും നെൽകൃഷി മേഖലയെ അവഗണിച്ചെന്ന് നെൽകർഷക സംരക്ഷണ സമിതി. കർഷകരുടെ ആത്മഹത്യ ഉൾപ്പെടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന അഭിപ്രായപ്പെട്ടു. ബഡ്ജറ്റിന് മുന്നോടിയായി നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നെൽകർഷക സംരക്ഷണ സമിതി സമരം നടത്തുകയും ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ച് നേരിട്ട് അദ്ദേഹത്തിന് നമ്മളുടെ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. നെല്ല് സംഭരണത്തിൻ്റെ തുടക്കകാലം മുതൽ കർഷകരുടെ ആവശ്യമായിരുന്ന റിവോൾവിംഗ് ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തണമെന്നും അങ്ങനെ ചെയ്യുന്നത് വഴി നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യമാകുമെന്നും ഉറച്ച വിശ്വാസവും ബോധ്യമുണ്ട്. ഒന്നാം കുട്ടനാട് പാക്കേജിൽ ആമുഖമായി തന്നെ ബഹുമാന്യനായ യശസ്വീനായ ഡോക്ടർ MS സ്വാമിനാഥൻ ഈ വിവരം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. എന്നാൽ തീർത്തും നിരുത്തരവാദപരമായി നെൽകർഷകരെ അവഹേളിക്കത്തക്ക രീതിയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനെ അന്നമൂട്ടുന്ന നെൽകർഷകൻ്റെ നാമം പോലും ഉരിയാടാതെ നമ്മളോട് കാണിച്ച ഈ കടുത്ത അവഗണനയ്ക്കെതിരെ നെൽകർഷകർ ഒന്നടങ്കം പ്രതിഷേധ രംഗത്താണ്. 2.5 ലക്ഷത്തോളം വരുന്ന നെൽകർഷക കുടുംബങ്ങളെ അവഗണിച്ചതുവഴി കർഷകരുടെ രോഷം ആളിക്കത്തുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. നെൽകാർഷിക മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ മുഴുവൻ കർഷകരും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും സോണിച്ചൻ പുളിങ്ങുന്ന് വ്യക്തമാക്കി. പുളിങ്ങുന്നിൽ KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ 130 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തലമുറകളുടെ സംഗമം പരിപാടിക്ക് ഫെബ്രുവരി 7 ബുധനാഴ്ച തിരിതെളിയും. സ്പന്ദനം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും ഒത്തുചേരും. സെന്റ് ജോസഫ് സ്കൂൾ PTA നേതൃത്വത്തിൽ വിദ്യാലയം വീടുകളിലേക്കെന്ന ആശയം ഉൾക്കൊണ്ട് 4 മേഖലകളായാണ് സ്പന്ദനം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കിടങ്ങറ, പുഴവാത്, ചങ്ങനാശ്ശേരി, തൃക്കൊടിത്താനം മേഖലകളിലായി നടക്കുന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം നിലവിലെ വിദ്യാർത്ഥികളും ഒത്തുചേരും.
പുഴവാത് വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച വൈകിട്ട് 3:30 ആദ്യ സംഗമം. റാലി, കലാപരിപാടികൾ, ഏറ്റവും പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥിയെ ആദരിക്കൽ, പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒരുമിപ്പിച്ച് 4 സോണുകളിലായിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ ജൂബിലി ആഘോഷങ്ങൾ സ്പന്ദനം 2024 എന്നുള്ള പേരിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അതായത് 130 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സെന്റ് ജോസഫ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ചങ്ങനാശ്ശേരിയിലെ തന്നെ തലമുറകളുടെ സൃഷ്ടി കർത്താക്കളാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഒരുപാട് പേര്, നിരവധി വിദ്യാർത്ഥികൾ അറിവിന്റെ അക്ഷരദീപവുമായി ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം ഫോട്ടോ പ്രദർശനം, സെൽഫി കോർണർ, സർഗാത്മക കോർണറുകൾ, കലാപരിപാടികൾ എന്നിവയും സ്പന്ദനം 2024 ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ സംഗമം 13 വൈകിട്ട് 4 അഞ്ചപ്പത്തിലും കിടങ്ങറയിലെ സംഗമം 21 വൈകിട്ട് 4 കിടങ്ങറ SNDP ഹാളിലും നടക്കും. ഈ മാസം 28 സെന്റ് സേവിയേഴ്സ് ഫൊറോനാപ്പള്ളി ഓഡിറ്റോറിയത്തിലാണ് തൃക്കൊടിത്താനം മേഖലാ സംഗമം. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സിസ്റ്റർ ജ്യോതി, ജോൺ ജോർജ്, VS രാകേഷ് എന്നിവർ പങ്കെടുത്തു. പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ പ്രീ ഡിഗ്രി അവസാന ബാച്ചായ 1999-2001 വർഷത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ തണലിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പരുമല ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന രക്തദാന ക്യാമ്പ് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ B രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ അഭിലാഷ് അധ്യക്ഷനായി. മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറിയും പമ്പ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ PJ അൻഷാദ്, ശ്രീജിത്ത് ശങ്കരാഭരണം, ഗിരീഷ് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം കോളേജിലെ NSS വോളണ്ടിയർമാർ, NCC കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബൊക്ക ജൂനിയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 മുതൽ മാർച്ച് 2 വരെ പെരുന്ന കുഴിമണ്ണിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 6ാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുക. പ്രശസ്തരായ 22 ടീമുകൾ ഇത്തവണ മത്സരങ്ങളിൽ പങ്കെടുക്കും. രാജ്യത്തെയും വിദേശങ്ങളിലെയും പ്രമുഖരായ കളിക്കാർ വിവിധ ടീമുകൾക്ക് വേണ്ടി മത്സരിക്കുമെന്ന് സംഘാടകർ ചങ്ങനാശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനി കളിക്കളത്തിൽ ആരവം മുഴങ്ങാൻ കളിക്കാരെത്തുക, കാണികളെത്തുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ. അസോസിയേഷൻ സ്ഥാപിതമായിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. അടിസ്ഥാനപരമായ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളാണ്. മധ്യ തിരുവിതാംകൂറിലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ച ഏക ഫുട്ബോൾ അസോസിയേഷനും ഏക മത്സരവേദിയും ചങ്ങനാശ്ശേരി. എല്ലാ ദിവസവും രാത്രി 8-ന് മത്സരങ്ങൾ ആരംഭിക്കും. സ്റ്റേഡിയം, ഗാലറി, ഫ്ലഡ് ലൈറ്റ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായതായും സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെയാണ് മത്സരങ്ങൾ നടക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ രക്ഷാധികാരികളായ രാജ അബ്ദുൽ ഖാദർ, ടോണി പുളിക്കൽ, ചെയർമാൻ ഫഹദ് യൂസഫ് എന്നിവർ പങ്കെടുത്തു. തലവടി നീരേറ്റുപുറം വേദവ്യാസ ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടികയറി. തന്ത്രി പറമ്പൂരിലെത്തൻ നാരായണ ഭട്ടതിരിപ്പാടിന്റെയും തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നാരായണൻ സഹകാർമ്മികനായി. തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഭാഗവത പാരായണം, പ്രഭാഷണം, സർവൈശ്വര്യ പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദമൂട്ട് എന്നിവ നടക്കും. സപ്താഹയജ്ഞം അവഭൃത സ്നാന ഘോഷയാത്രയോടെ ഫെബ്രുവരി 8-ന് സമാപിക്കും. ആറാട്ട് ദിവസമായ 10-ന് കളഭാഭിഷേകം, സമൂഹ സദ്യ എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ CK തമ്പി, PC താമരാക്ഷൻ, PD അജിമോൻ, VT ഉദയകുമാർ, മഹിളാ സമാജം പ്രസിഡന്റ് ഉഷ വിക്രമൻ, സെക്രട്ടറി ഗീത കമലാസനൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ചമ്പക്കുളം തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം. 5-ാം ദിവസമായ തിങ്കളാഴ്ച നടന്ന രുക്മിണി സ്വയംവരത്തിലും വിശേഷാൽ പൂജകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു.
സപ്താഹയജ്ഞം 5-ാം ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ പതിവ് ക്ഷേത്ര പൂജകൾക്ക് ശേഷമാണ് ഭാഗവത പാരായണം ആരംഭിച്ചത്. തുടർന്ന് വിശേഷാൽ പൂജകളും രുക്മിണി സ്വയംവര ചടങ്ങുകളും നടന്നു. രുക്മിണി സ്വയംവരത്തിന് ശേഷം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. അന്നദാനം, സർവൈശ്വര്യ പൂജ, ദീപാരാധന, ഭഗവതി സേവ എന്നിവയോടെയാണ് 5-ാം ദിവസത്തെ ചടങ്ങുകൾ സമാപിച്ചത്. ഫെബ്രുവരി 7-ന് അവഭൃത സ്നാനവും മഹാപ്രസാദമൂട്ടും നടക്കും. 8-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, കളഭാഭിഷേകം, കലശാഭിഷേകം, ദേശതാലപ്പുലി എന്നിവയോടെ മഹോത്സവത്തിന് സമാപനമാകും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.